അങ്കിൾ ഹൗഡി ഉടനെ WWE വരുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് ചിലപ്പോൾ ഈ മാസം നടക്കാൻ പോകുന്ന കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ആ ഒരു സ്പെഷ്യൽസിലായിരിക്കാം. അങ്ങനെ അങ്കിൾ ഹൗഡി വന്നതിന് ശേഷം ഫസ്റ്റ് ആരുടെ കൂടെയാണ് സ്റ്റോറി ചെയ്യാൻ ചാൻസ് ഉള്ളത്, അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനോടൊപ്പം കോഫി കിങ്സ്റ്റൺ ഹീൽ ടേൺ ചെയ്യാനുള്ള ഒരു പ്ലാൻ WWE ചെയ്യുന്നുണ്ട് എന്നും ചില റൂമറെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനേക്കാൾ മുൻപായിട്ട് 2-3 ദിവസം മുൻപ് സൗദിയിൽ റോയൽ റംബിൾ അല്ലെങ്കിൽ റസൽമേനിയ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് എല്ലാം വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സൗദി ടീം പുതിയ ഡീല് WWE സൈൻ ചെയ്തു. അതിൽ റസൽമേനിയ അല്ലെങ്കിൽ റോയൽ റംബിൾ സൗദിയിൽ നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് 2026 റോയൽ റംബിള്, 27 റസൽമേനിയ, ഈ ഒരു ടൈപ്പിലാണ് ആ കോൺട്രാക്റ്റ് ഉള്ളത് എന്നാണ്. അതായത് 26 റോയൽ റംബിള് എന്തായാലും സൗദിയിലാണ് നടക്കാൻ പോകുന്നത് എന്നും അതിനുശേഷം 27 റസൽമേനിയ നമ്മൾക്ക് സൗദിയിൽ പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സൗദിയിൽ നടത്തുമ്പോൾ WWEക്ക് ഒരുപാട് പൈസയെല്ലാം കിട്ടും. പിന്നെ ഫാൻസ് സപ്പോർട്ടാണ് ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത്. അത് എത്രമാത്രം കിട്ടുമെന്നറിയില്ല. അപ്പോൾ 26, 27 ഈ 2 വർഷത്തെ റസൽമേനിയ അല്ലെങ്കിൽ റോയൽ റംബിളാണ് സൗദിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അടുപ്പിച്ച് രണ്ടും സൗദിയിൽ നടത്താനുള്ള ചാൻസും കൂടുതലാണ്. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി WWEയിൽ ഒരുപാട് നാട് ഫേസായി മുന്നോട്ട് പോയ കോഫി കിങ്സ്റ്റൺ ഹീൽ ടേൺ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയാം. കോഫി കിങ്സ്റ്റൺ നമ്മൾക്കറിയാം ന്യൂ ഡേ ടീമിൽ ഒരുപാട് വർഷമായിട്ടുണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെയുള്ള കോഫി കിങ്സ്റ്റൺ ഇപ്പോൾ തനിയാണ് WWE വരുന്നത്. അതായത് ബിക്കി ഓൾറെഡി ഇഞ്ചുറി ആയി WWE വിട്ട് പോയി. ഇനി തിരിച്ചു വരാനൊന്നും സാധിക്കില്ല. അതായത് ഫൈറ്റ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കമന്ററി ടീമിലെ വർക്ക് ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജ് വർക്ക്. അതേപോലെ സേവി റോഡ്സിനും ഒരു ഇഞ്ചുറി സംഭവിച്ച് പോയേക്കാം. ഈ ഒരു സാഹചര്യത്തിൽ കോഫി കിങ്സ്റ്റൺ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ കഴിഞ്ഞ റോ എപ്പിസോഡിൽ കെരിയൻ ക്രോസ് വന്നുകൊണ്ട് കോഫി കിങ്സ്റ്റണുമായി സംസാരിച്ച് പോകുന്നത് പോലെ ഒരു ചെറിയ സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതായത് കോഫി കിങ്സ്റ്റനെ കെരിയൻ ക്രോസിന്റെ ടീമിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് കോഫി കിങ്സ്റ്റനെ ഹീൽ ടേൺ ചെയ്യിപ്പിക്കാനുള്ള പ്ലാനാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് റൂമറുകൾ പ്രകാരം നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കോഫി കിങ്സ്റ്റൺ ഹീൽ ടേൺ ചെയ്താൽ ചിലപ്പോൾ അത് നന്നാവാൻ ചാൻസ് ഉണ്ട്. അതും കെരിയൻ ക്രോസിന്റെ ടീമിലേക്ക് ആഡ് ആയാൽ ചിലപ്പോൾ ആ ഒരു ടീമിന്റെ കുട്ടികളി തന്നെ മാറിപ്പോകുന്നത് പോലെ വന്നേക്കാം. ഇതിനർത്ഥം 100% സെറ്റാവും എന്നല്ല. ഇപ്പോൾ കെരിയൻ ക്രോസിന്റെ ടീം വളരെ മോശമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കോഫി കിങ്സ്റ്റൺ വരാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും മാറ്റം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോഫി കിങ്സ്റ്റൺ ഇങ്ങനെ ഹീൽ ടേൺ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇത് റൂമറാണ്. ചിലപ്പോൾ WWE ഉദ്ദേശിച്ചത് കെരിയൻ ക്രോസിന്റെ കൂടെ ഒരു മാച്ച് കോഫി കിങ്സ്റ്റണി വരുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മാച്ചും കാര്യങ്ങളൊന്നും വന്നാലും സെറ്റ് ആവാനൊന്നും പോകുന്നില്ല. കാരണം ഡ്രൂ മാക്കൻഡയറിന്റെ ജോലി പോയിട്ടൊന്നും കെരിയൻ ക്രോസ് സെറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് കോഫി കിങ്സ്റ്റൺ ആയിട്ട് വന്നാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഈ ഹീൽ ടേൺ പ്ലാൻ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി അങ്കിൾ ഹൗഡി WWE വന്നതിന് ശേഷം ഫസ്റ്റ് ആരാണ് എതിരാളിയായി വരാൻ പോകുന്നത് എന്ന് നോക്കാം. 2 പേരുടെ പേരാണ് പറയുന്നത്. ഒന്ന് ബ്രേ വൈറ്റിന്റെ കൂടെ ടാഗ് ടീമായി നടന്ന ബ്രോൺ സ്ട്രോമൻ ആണ്. അതായത് ബ്രോൺ സ്ട്രോമൻ ബ്രേ വൈറ്റിന്റെ കൂടെ ടീമായതിനു ശേഷം പിന്നീട് ബ്രേ വൈറ്റുമായിട്ട് മാച്ച് എല്ലാം ചെയ്തുകൊണ്ട് ബ്രേ വൈറ്റിനെതിരെ വരുന്നത് പോലെയെല്ലാം WWE കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അങ്കിൾ ഹൗഡി ബ്രോൺ സ്ട്രോമനെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ 100% ബ്രോൺ സ്ട്രോമനാണ് അങ്കിൾ ഹൗഡിയുടെ എതിരാളിയായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ ബ്രോൺ സ്ട്രോമനെ ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലാതെയാണ് റോയിൽ മുന്നോട്ട് പോകുന്നത്. അതേസമയം മറ്റുള്ള റെസ്ലറുടെ പേര് ഇപ്പോൾ വളരെയധികം കൂടി വരുന്നുണ്ട്. ആ റെസ്ലർ മറ്റാരുമല്ല, നമ്മുടെ മെയിൻ ഇവന്റ് ജെയ് യൂസോയാണ്. അതായത് ജെയ് യൂസോ ഇപ്പോൾ വരുന്ന സമയത്ത് ബ്രേ വൈറ്റ് വരുന്നത് പോലെയാണ് എൻട്രൻസ് കാണാൻ സാധിക്കുന്നത്. അതായത് ആരാധകർ മുഴുവനും ഫ്ലാഷ് ലൈറ്റ് എല്ലാം ഓൺ ആക്കിക്കൊണ്ട്, അതുപോലെ ജെയ് യൂസോ സോഷ്യൽ മീഡിയയിൽ ബ്രേ വൈറ്റിനെ മെൻഷൻ ചെയ്യുന്നത് പോലെയും ചില പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് അങ്കിൾ ഹൗഡി ജെയ് യൂസോനെ അറ്റാക്ക് ചെയ്യാനും ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 പേരിൽ ഒരാളുടെ കൂടെയാണ് അങ്കിൾ ഹൗഡി സ്റ്റോറി ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ജെയ് യൂസോയുടെ പേരാണ്. അപ്പോൾ അങ്കിൾ ഹൗഡി ജെയ് യൂസോ ആയിട്ട് മാച്ച് ചെയ്യണോ അതോ ബ്രോൺ സ്ട്രോമനുമായിട്ട് മാച്ച് ചെയ്യണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.